എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ തല്ലണം, എൻ്റെ വീട് ആക്രമിക്കണം. ഒരു കലാപം ഉണ്ടാക്കാനാണ് സീമാവിനി ശ്രമിച്ചത്. വരുന്ന ആളുകളുടെ അടുത്ത് നിന്ന് പേഴ്സ് അടിച്ച് മാറ്റിയും അങ്ങനെയൊക്കെ നടന്നു ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. എന്തുകൊണ്ട് ആ വിഷയങ്ങളൊന്നും ഇവര് സോഷ്യൽ മീഡിയ കൊണ്ടേ പോസ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? ഏതൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഗ്ലിസറിൻ. അപ്പം അത് തേച്ച് കുറേ കണ്ണീരൊഴുക്കി ഇപ്പോൾ സീമാവിനി ഇത് കാട്ടിക്കൂട്ടുന്നതെല്ലാം ബിഗ് ബോസിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കയറി പറ്റണം എന്നൊരു ആഗ്രഹത്തിലായിരുന്നു. നാദിറ പോയപ്പോൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ സംസാരിച്ചു. 9 ഹിജഡ എന്നുള്ള രീതിയിൽ ഒരുപാട് പേരുകൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. ഇവർ കാരണം ഈ ഇങ്ങനത്തെ ചില പേരുകൾ ഇപ്പോൾ എറണാകുളം മുതൽ കളമശ്ശേരി ഭാഗത്തൊക്കെ സെക്സ് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. എത്രയോ സ്ത്രീകൾ സൗത്തിൽ നോക്കിയാൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ സീമാവിനി ഇത് നല്ലതൊന്നും സ്വന്തം കുടുംബത്തിൽ നിന്ന് പഠിച്ചിട്ടില്ല. പബ്ലിക്കിലേക്ക് കമ്മ്യൂണിറ്റിയെ കല്ലെറിയുക എന്നൊരു കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ കമ്മ്യൂണിറ്റി ഉള്ളിടത്ത് മാത്രമാണ് എനിക്ക് സന്തോഷമുള്ളൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വൈറലാവുന്നുണ്ടായിരുന്നു. ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന സീമ വിനീതിൻ്റെതായിരുന്നു ആ ഒരു പോസ്റ്റ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ തന്നെ പെടുന്ന അന്ന രാജു ആണ് നമ്മളുടെ കൂടെ എന്നുള്ളത്. അന്ന, വെൽക്കം ടു മൂവി വേൾഡ്. കേരളത്തിലെ തന്നെ ആദ്യ ട്രാൻസ് ഓട്ടോ ഡ്രൈവർ ആണല്ലേ? കേരളത്തിലെ അതോ ഇന്ത്യയിലോ എങ്ങനെയാ? കേരളത്തിലെ വേറെ ഉള്ളതായിട്ട് എനിക്കറിയില്ല നിലവിൽ ഇന്ത്യയിലൊന്നും. ഒരു ട്രാൻസ് വുമൺ ഓട്ടോ ഡ്രൈവറാണ്. പിന്നെ ഞാനിപ്പോൾ നിലവിൽ ഈ ഒരു സമയത്ത് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ വന്നത് പ്രതികരണം ആവശ്യമായതുകൊണ്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അന്ന കണ്ടിരുന്നല്ലോ സീമ വിനീതിൻ്റെ പോസ്റ്റൊക്കെ. അപ്പോൾ അത് സംബന്ധിച്ച് ഒരുപാട് കമ്മ്യൂണിറ്റിയിലെ ഇടയിൽ തന്നെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അന്നയ്ക്ക് ഇതിനകത്ത് എന്താണ് പ്രതികരിക്കാനുള്ളത്? തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ഞാൻ വളരെയധികം പ്രതികരിക്കേണ്ട ആളാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ, അതായത് എൻ്റെ സൗണ്ട് വരെ എടുത്തിട്ട് സീമ വിനീത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. പബ്ലിക്കിലേക്ക് കമ്മ്യൂണിറ്റിയെ കല്ലെറിയുക എന്നൊരു കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ വരുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള നാടകങ്ങളാണ് എന്നാണ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കും പബ്ലിക്കിലുള്ള കുറച്ച് പേർക്ക് മനസ്സിലാവുമായിരിക്കും. എന്നുവെച്ചാൽ ഈ സമയത്ത് കുറേ വീഡിയോസും കുറേ വാർത്തകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അവരെ സെലക്ട് ചെയ്തെങ്കിലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്നാൽ പോലും ഒരിക്കലും ഒരു ന്യൂനപക്ഷങ്ങളായ കമ്മ്യൂണിറ്റിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് കുലംകുത്തിയായി പോകരുത്. അതിനോട് എനിക്ക് സീമ വിനീതിനോട് പുച്ഛം മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന വ്യക്തി ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. 100-120ഓളം വരുന്ന കമ്മ്യൂണിറ്റി അംഗങ്ങൾ. സീമ വിനീത് അടക്കം ഉണ്ടായിരുന്നൊരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ ഇപ്പോൾ ഏതൊരു വിഷയം വന്നാലും, ഇപ്പോൾ ഒരു രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ രീതിയിലുള്ള ചർച്ചകളൊക്കെ വരും. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ അത്യാവശ്യം എന്നെ കുറേ പേരൊക്കെ അറിയും. കുറേ പേര് നല്ല ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ഫോമർ ഓട്ടോ ഡ്രൈവർ എന്നുള്ള നിലയ്ക്കും അല്ലാതെയും എന്നെ അറിയപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എൻ്റെ വോയിസ് അതുപോലെ പബ്ലിക്കിൽ കുറച്ച് ഫെയിമായിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകളുടെ വോയിസ് എടുത്തിട്ട് കമ്മ്യൂണിറ്റി അംഗങ്ങളെല്ലാം കൂടി എന്നെ കൊല്ലാൻ വരുന്നു, എന്നെ ആക്രമിക്കാൻ വരുന്നു, മുടക്കാൻ വരുന്നു. അപ്പോൾ ഗ്ലിസറിൻ തേച്ചിട്ട് ഏതൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഗ്ലിസറിൻ. അപ്പോൾ അത് തേച്ച് കുറേ കണ്ണീരൊഴുക്കി പബ്ലിക് സപ്പോർട്ട്. ഇപ്പോൾ എനിക്ക് നാളെ ഒരു വിഷയം വന്നാൽ, ഞാൻ ജോലി ചെയ്യുന്ന ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ്. അപ്പോൾ അവിടെ എൻ്റെ കമ്മ്യൂണിറ്റി ആരും എൻ്റെ കൂടെ ഓട്ടോ ഡ്രൈവർമാരായിട്ടില്ല. ഞാൻ പബ്ലിക്കിലുള്ള ആളുകളാണ്. എന്നാൽ പോലും ഇപ്പോൾ എനിക്കൊരു ഇഷ്യൂ ഉണ്ട്. ഞാൻ ആദ്യം എൻ്റെ കമ്മ്യൂണിറ്റി ഞങ്ങളോടാണ് പറയുന്നത്, ഇത് വെറുതെ പബ്ലിക്കിന് സപ്പോർട്ടാണ് ഇവർ ആഗ്രഹിക്കുന്നത്, അല്ലാതെ കമ്മ്യൂണിറ്റി ആരും ഇവരെ കല്ലെറിയാൻ ചെന്നിട്ട്. ഞങ്ങൾ ഗ്രൂപ്പിൽ സംസാരിച്ചു. എൻ്റെ വോയിസിൽ ഞാൻ പറയുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇവൾ ഇത്തരം ഒരു പോസ്റ്റ് ഇട്ടതിനെതിരെ അവളെ വഴിയിൽ തടഞ്ഞു നിർത്തണം, ഇവളോട് മറുപടി പറയിക്കണമെന്ന് ഞാൻ പറയുന്നുണ്ട്. അല്ലാണ്ട് ഈ വ്യക്തിയെ കൊല്ലണമെന്നൊന്നും അതിനകത്ത് പറയുന്നില്ല. ഇവർ അടക്കമുള്ളൊരു ഗ്രൂപ്പാണ്. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഫ്രണ്ട്ലി സോൺ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് വർഷങ്ങളായിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. അപ്പോൾ അത് ഈ പറയുന്ന സീമ വിനീതിൻ്റെ ശിങ്കടികളും ഉണ്ടായിരുന്നു. സീമ വിനീത് ലെഫ്റ്റ് അടിച്ച് പോയതിന് ശേഷമാണ് ഈ പറയുന്ന ശിങ്കടികൾ എൻ്റെ വോയിസൊക്കെ എടുത്ത് ചോർത്തി കൊടുത്തത്. അതായിക്കോട്ടെ, അവരുടെ വീട്ടിലെ വേസ്റ്റ് പറക്കി ജീവിക്കുന്നവർക്ക് അവരോട് കുറച്ച് നന്ദി ഉണ്ടാകും, അതിന് നമുക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ എൻ്റെ വോയിസ് ദുരുപയോഗം ചെയ്തതിനെതിരെ ഞാൻ നിയമപരമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. സാമൂഹ്യനീതി വകുപ്പ് ട്രാൻസ്ജെൻഡർ സെല്ലിലേക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ കല്യാണം കഴിക്കുന്ന ആൾക്കാരെ, അതായത് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ തന്നെ പെടുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ഉറച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും അതിന് വേറൊരു വശം കൂടി ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു കുറേ ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സപ്പോർട്ട് സീമ വിനീതിന് കിട്ടുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ? അത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഞാൻ ഫ്രണ്ട്ലി സോണിൽ സംസാരിച്ചത് സീമ വിനീത് പോകുന്നിടത്ത് തടഞ്ഞു നിർത്തണം. ഇപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് അവളെ വീട്ടിൽ പോയി നമ്മൾ അവളെ വിളിച്ചാലും സംസാരിച്ചാലും ചിലപ്പോൾ ഞാൻ എൻ്റെ വീട് കയറി ആക്രമിച്ചെന്ന് പറഞ്ഞാൽ നോൺ ബെയിലബിൾ വരും, നമ്മൾ ജയിലിൽ പോകും. ഇതൊന്നുമല്ല, അവരെവിടെയെങ്കിലും പോകുമ്പോൾ ഓക്കെ തടഞ്ഞു നിർത്താം, ചോദിക്കാം എന്ന് പറഞ്ഞ എൻ്റെ നിലപാട് തന്നെയാണ്
അതിൽ തന്നെ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. പക്ഷേ സീമ വിനീത അങ്ങനെ അല്ലായിരുന്നു ആദ്യം പറഞ്ഞു. ഒന്നിൽ കൂടുതൽ എന്ന് ആദ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ഒരു വീഡിയോയിലാണ് ഞാൻ രണ്ടാമത് കല്യാണം കഴിച്ച ആളുകളെ കുറിച്ചാണ് പറയുന്നത് എന്ന് തിരുത്തി പറഞ്ഞത്. ഒരാൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ആദ്യം സീമ വിനീത് പഠിക്കട്ടെ. ഇപ്പോൾ ഉദാഹരണം, സീമ വിനീതിൻ്റെ കല്യാണം ഭയങ്കര ആഘോഷമാണ്, ഭയങ്കര നല്ല ആളാണെന്നൊക്കെ പറഞ്ഞ് സീമ വിനീത് തന്നെ പോസ്റ്റിട്ടാണ് നാട്ടിലുള്ള ആളുകൾ മൊത്തം അറിയുന്നത്. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എന്തോ തോന്നിയിട്ട് പറഞ്ഞു എൻ്റെ തീരുമാനങ്ങൾ തെറ്റായിരുന്നു, അങ്ങനെയാണ്, ആ കല്യാണത്തോട് ഞാൻ അനുകൂലിക്കുന്നില്ല, ഇങ്ങനെ ആളെൻ്റെ ജെൻഡർ അധിക്ഷേപം ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ കണ്ട ആളുകളെയും ഞങ്ങൾ സീമ വിനീതിനെ സപ്പോർട്ട് എന്ന് പറഞ്ഞ് സീമ വിനീതിന് വേണ്ടി കമൻ്റ് ഇട്ട ആളുകളെല്ലാം വിഡ്ഢിയാക്കിക്കൊണ്ട് വീണ്ടും ഞങ്ങളുടെ കല്യാണം ഇന്ന രീതിയിലാണ്, ഭയങ്കര ആഘോഷമായിട്ടാണ് എന്ന് പറഞ്ഞ് ആളുകളെ വിഡ്ഢിയാക്കിക്കൊണ്ട് തന്നെ ജനങ്ങളുടെ സപ്പോർട്ട്, അതും ജനങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. സീമ വിനീത് എന്താണെന്ന് സീമ വിനീതിന് ഒന്നും ബോധമില്ലാത്തൊരു വ്യക്തിയാണ്. ഞാൻ അന്ന രാജു ആണ് എന്ന്, എവിടെ ഒരു ട്രാൻസ്വുമൺ ആണ് എന്ന് അറിയപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ തന്നെ ജീവിക്കാനാണ് എൻ്റെ മരണം വരെ ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ 2 സർജറി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. സീമ വിനീത് പണ്ട് ആദ്യകാലത്തൊക്കെ സർജറി ചെയ്യുന്ന ആളുകളെ ഞാൻ ഒരു പോസ്റ്റിൻ്റെ കമൻ്റ് ആട്ടോ കണ്ടേ, ഹരണി ചന്ദന എന്ന് പറഞ്ഞ ഞങ്ങളൊരു ചേച്ചിയാണ്. അപ്പോൾ ആളൊക്കെ പണ്ട് സർജറി ചെയ്ത സമയത്ത് ഈ വ്യക്തി, ഈ സീമ വിനീത് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞ് നിങ്ങളെ വികലാംഗർ എന്നൊരു രീതിയിലാണ് ഞാൻ കാണുള്ളൂ. എന്നുവെച്ചാൽ ശരീരത്തുണ്ടായിരുന്ന ഒരു അവയവം സർജറി ചെയ്ത് മാറ്റിയതിൻ്റെ പേരിൽ. അപ്പോൾ ഈ വ്യക്തിയുടെ മൂക്ക് മുതൽ മുഖം ഫുള്ള് ഇവർ വികലാംഗിയാണ്. ഇവരുടെ ഫേസിൽ സിലിക്കോൺ ഗേറ്റ് വെച്ചേക്കുന്നു, മൂക്കിൻ്റെ എല്ലെടുത്ത് കളഞ്ഞ് നീളം കുറച്ചേക്കുന്നു, 2 സർജറി ചെയ്തു. അപ്പോൾ അവരല്ലേ ഏറ്റവും വലിയ വികലാംഗ. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാ സർജറിയും ചെയ്ത് കുറച്ച് ഫേസൊക്കെ പെണ്ണിൻ്റെ രൂപത്തിലാകും ആയി എന്ന് പറഞ്ഞിട്ട് ഒരു പൂർണ്ണ സ്ത്രീയാണ് എന്ന് ഞാൻ എൻ്റെ കാര്യത്തിലും വിശ്വസിക്കുന്നില്ല, അവരുടെ കാര്യത്തിലും വിശ്വസിക്കുന്നില്ല. പിന്നെ എനിക്ക് എന്നോട് തന്നെയാണ് ഇഷ്ടം. പ്രണയം എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവം തന്നേക്കുന്ന കളറിനോടും എൻ്റെ മുടിയോടും എൻ്റെ സൗന്ദര്യത്തോടും ഇത്ര 2 സർജറി ചെയ്തപ്പോൾ ഈ ഒരു രീതിയിൽ എത്താൻ പറ്റിയതിൽ എനിക്ക് എന്നോട് തന്നെയാണ് സ്നേഹവും ഇഷ്ടവും പ്രണയവും എല്ലാം. സീമ വിനീതിന്റെ കല്യാണത്തിന്റെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, അതും ഒരു ബിഗ് ബോസ് നാടകമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും. ഇപ്പം സീമ വിനീത് കാട്ടിക്കൂട്ടുന്നതെല്ലാം ബിഗ് ബോസിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കയറി പറ്റണം എന്നൊരു ആഗ്രഹത്തിലായിരുന്നു. പക്ഷേ സീമ വിനീത് ഈ കല്യാണത്തെക്കുറിച്ച്, സീമ വിനീതിൻ്റെ കല്യാണമല്ല, ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചവരെ അല്ലെങ്കിൽ 2 കല്യാണം കഴിച്ചവരെ എന്നൊക്കെ പറഞ്ഞ് ആദ്യം പോസ്റ്റ് ഇട്ടത് സീമ വിനീതിന് അടുത്ത് വേണ്ടപ്പെട്ട പരിചയത്തിലുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ സിസ്റ്റത്തിൽ മകളായിട്ട് നിന്നൊരു വ്യക്തിയേക്ക് ഉദ്ദേശിച്ചാണ്. ഇപ്പം അത് ഓൾറെഡി കൈവിട്ട് പോയി എന്ന് ഓൾറെഡി പുള്ളിക്കാരിക്ക് മനസ്സിലായി. ആരെക്കുറിച്ചാണ് ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നതെന്നാണ് തോന്നുന്നത്? ആളുടെ മകളായിട്ട് ഇരുന്നൊരു വ്യക്തിയാണ് അമയ പ്രസാദ്. അവളെ എവിടെയും വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അവൾ കല്യാണം കഴിഞ്ഞാണ്, കുട്ടിയുണ്ടെന്നൊക്കെ. പിന്നെ ഈ പറയുന്ന വ്യക്തിയുടെ ഞങ്ങളുടെ സിസ്റ്റത്തിൽ അമ്മയായിട്ടിരുന്നൊരു വ്യക്തിയാണ് സീമ വിനീത്. അമയ പ്രസാദിൻ്റെ അമ്മയായിരുന്നു. ഞങ്ങളുടെ സർജറി കഴിയുമ്പോൾ അല്ലെങ്കിൽ വർഷപൂജ വരുമ്പോൾ ലച്ച എന്ന് പറയുന്നൊരു ഇതുണ്ട്. അതായത് ഞങ്ങളുടെ മരണം വരെയും കൊണ്ടേ നടക്കണം. ഇപ്പോൾ ഒരു ആളെ കല്യാണം കഴിച്ച് വിടുന്ന പോലെ തന്നെ താലിക്ക് കൊടുക്കുന്ന അതേ മഹത്വം തന്നെയാണ് ആ ഒരു പൂജയുടെ സമയത്ത് നമ്മുടെ ഗുരുവായിട്ട് നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ ഞങ്ങൾ അമ്മയെ കാണുന്ന ആൾ നമുക്ക് എടുത്തരുന്നൊരു സംഭവം. അപ്പോൾ അത് തൊട്ട് മുന്നേ വർഷപൂജയ്ക്ക് വരെയും ഈ പറയുന്ന അമയപ്രസാദിന് സീമ വിനീതാണ് കെട്ടിക്കൊടുത്തത്. പിന്നെ അമയ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, സിനിമയിൽ അഭിനയിക്കുന്നു, സീരിയലിലേക്ക് വരുന്നതെല്ലാം കണ്ടിപ്പോൾ ആൾക്കങ്ങ് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അമയപ്രസാദ് അങ്ങ് ബിഗ് ബോസിൽ പോകുമോ എന്ന് പെട്ടെന്നുള്ള ഒരു ആവേശത്തിൻ്റെ പുറത്ത് കാട്ടിക്കൂട്ടിയതാണ് ഇതെല്ലാം. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തുന്നു, പൊട്ടിക്കരയുന്നു, പബ്ലിക്കിൻ്റെ സപ്പോർട്ട് മേടിക്കുന്നു. എന്നെ സംബന്ധിച്ചിപ്പോൾ എൻ്റെ 2 സർജറി കഴിഞ്ഞു. ഇപ്പോൾ ഒരു 8 വർഷത്തോളമായിട്ട് ഇപ്പോഴാണ് എൻ്റെ വീട്ടുകാരൊന്ന് വിളിക്കാനൊക്കെ തുടങ്ങിയത്. അവരെത്ര ചേർത്ത് നിർത്തി എനിക്ക് വീട്ടിൽ പ്രത്യേകം എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരാമെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റി ഉള്ളിടത്ത് മാത്രമാണ് എനിക്ക് സന്തോഷമുള്ളൂ. എൻ്റേതായ പ്രശ്നങ്ങൾ എൻ്റെ കമ്മ്യൂണിറ്റിയോട് പറയുമ്പോഴാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത്. അപ്പോൾ സീമ വിനീതിൻ്റെ ധാരണ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന 2-3 സർജറി ചെയ്തു, എല്ലാം കഴിഞ്ഞു, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ജോലിയിലെത്തിയപ്പോൾ തന്നെ പിന്നിലുള്ളവരൊന്നും കാണാതെ നമ്മളെക്കാളും കഷ്ടപ്പെട്ട് ഒരുപാട് കമ്മ്യൂണിറ്റികൾ ഇപ്പോഴും ഉണ്ട്. ആദ്യകാലത്ത് പലവിധ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ കല്യാണം കഴിക്കേണ്ട വന്നവരുണ്ട്. അവരുടെയൊക്കെ ആ സാഹചര്യത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് കഥകളി പഠിച്ച് അരങ്ങേറിയ ആളാണ് എൻ്റെ ഗുരു എന്ന് പറയുന്ന RLV രഞ്ജുമോൾ. അതായത് RLV കോളേജിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ കഥകളി പഠിച്ചിറങ്ങിയ ട്രാൻസ്വുമണാണ്. ഈ സീമ വിനീതോട് കമ്മ്യൂണിറ്റിക്ക് മൊത്തം അസൂയാണ്, അവരുടെ വളർച്ച കണ്ടിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ എല്ലാ വിഷയത്തിലും അമ്മയ്ക്ക് 1ാം റാങ്കുണ്ട്. അപ്പോൾ വേറെ ആർക്കും പുള്ളിക്കാരോട് അസൂയൊന്നുമില്ലല്ലോ. പിന്നെ വേൾഡിൽ വരെ അറിയപ്പെടുന്ന ഒരാളാണ് രഞ്ജുമ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അവരോട് അസൂയയില്ല. സീമ വിനീതിനോട് മാത്രം എന്തിനാണ് അസൂയ? ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒന്നും. പുള്ളിക്കാർ ക്രിയേറ്റ് ചെയ്യുന്നത് അതെല്ലാം ബിഗ് ബോസ് എന്നൊരു ലക്ഷ്യം മാത്രമാണ്. അപ്പം അവർക്കിടെ മുന്നിൽ തട്ടത്തിൻ മറയത്തിൽ പറയുന്നത് പോലെ തന്നെ അവരുടെ മുന്നിൽ ബിഗ് ബോസ് മാത്രമാണ് ലക്ഷ്യമുള്ളൂ. കൂടെയുള്ള കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ അവരെന്താണ്, അവരും ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ വീട്ടിലൊരാണായിട്ടാണ് ജനിച്ചതും വളർന്നതും എല്ലാം അങ്ങനെ തന്നെയാണ്.
എൻ്റെ അച്ഛനും അമ്മയ്ക്കും 2 മക്കളാണ്, അതിലൊരാണ് ഒരു പെണ്ണെന്നും പറഞ്ഞാണ് അവൾ വളർത്തിയത്. എൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ സമയമായപ്പോൾ ഞാൻ പോന്നു. അപ്പോൾ ഞാൻ ആണിൽ നിന്ന് പെണ്ണായ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെയാണ് സീമാ വിനീതും. പക്ഷേ അവർ ഇതിന് മുന്നേയും ജനിച്ചപ്പോൾ മുതലെങ്ങാണ്ട് പൂർണ്ണ സ്ത്രീയാണ് എന്നൊരു തരത്തിലാണ് അവരെ സമൂഹത്തിലുള്ള ആളുകളെ വിഡ്ഢിയാക്കിക്കൊണ്ട് അവർ ചെയ്യുന്ന ജോലി മാത്രമാണ് ജോലി, അവർ മാത്രമാണ് ഏറ്റവും പൂർണ്ണ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്ത്രീ എന്നൊരു തരത്തിൽ അവർ പോകുന്നു. അവർക്കും ഒരുപാട് ബാഡ് കാലഘട്ടങ്ങളുണ്ട്. അതെന്താ അതുകൊണ്ടൊന്നും അവർ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യാത്ത എന്താ? മറ്റുള്ള ആളുകളുടെയും മറ്റുള്ള കമ്മ്യൂണിറ്റിയുടെയും ചരിത്രം കൊണ്ടുപോയിട്ട് പബ്ലിക്കിൽ നിന്ന് കമ്മ്യൂണിറ്റിയെ കല്ലെറിയാൻ വേണ്ടി കാണിക്കുന്ന ഈ ഒരു കാര്യത്തോട് പുച്ഛം മാത്രമാണ് എനിക്കുള്ളത്. ഈ ഒരു പോസ്റ്റിന് ശേഷം ഒരുപാട് ആളുകൾക്ക്, കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരുപാട് ആളുകൾക്ക് സ്വന്തം ഐഡന്റിറ്റി തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ എന്താണ് അന്നയ്ക്ക് പറയാനുള്ളത്? ഇപ്പോൾ ഈ ഒരു വിഷയം എന്നെ സംബന്ധിച്ച് എന്നെ അറിയുന്ന ആളുകളാണ് ഇപ്പോൾ ഞാൻ ഓടുന്ന സ്റ്റാൻഡിലുള്ളതും എൻ്റെ ഫ്രണ്ട്സായ ഓട്ടോറിക്ഷ ഡ്രൈവറൊക്കെ എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ്. പക്ഷേ എന്നാൽ പോലും കമ്മ്യൂണിറ്റിയെ പലരും പലരുടെ ഐഡൻറ്റിറ്റി പബ്ലിക് ചോദ്യം ചെയ്യുന്ന തരത്തിലുണ്ട്. ഇപ്പോൾ CTOMI മെട്രോയിൽ പോകുന്ന സമയത്ത് മമ്മിയോട് നിങ്ങളൊക്കെ ആണുങ്ങളല്ലേ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ, നിങ്ങൾ ഇതിന് മുന്നേ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ മെട്രോയിൽ വെച്ച് തന്നെ ചോദിച്ചു. പിന്നെ പബ്ലിക്കിൽ നമ്മൾ അതിന് പ്രതികരിക്കാൻ പോയാൽ എപ്പോഴും ഒരു ന്യൂനപക്ഷങ്ങളാണ് ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. എപ്പോഴും ആളുകളുടെ ഇടയിൽ നമ്മളെ അടുത്തറിയില്ലാത്തവർക്കൊക്കെ നമ്മൾ ഭയങ്കര മോശക്കാരെ എന്നൊരു രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് മിണ്ടാതെ പോയി എന്നത് മാത്രം, അത് ഈ ഒരു പോസ്റ്റിൻ്റെ പേരിലാണ്. പിന്നെ ഇപ്പോഴും നമ്മുടെ ഇപ്പോൾ എറണാകുളം മുതൽ കളമശ്ശേരി ഭാഗത്തൊക്കെ സെക്സ് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. അവരോടും വളരെ മോശമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി, ഒരു പാവമായിട്ടൊരു കൊച്ചാണ്, ആ കുട്ടി റോട്ടിൽ നിന്ന സമയത്ത് ഒരു സ്കൂട്ടറിൽ ചെന്നിട്ട് കല്ലെറിഞ്ഞിട്ട് പോയി. കല്ലെറിഞ്ഞിട്ട് ഇവിടെയാണ് കല്ല് കൊണ്ടത്, അതിൻ്റെ ഫോട്ടോയും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കേസ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആ കൊച്ചിന് പേടി, ഇനി അതിൻ്റെ പേരിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടാവുമോ എന്നൊക്കെ. അപ്പം നമ്മളുടെ ജീവൻ വരെ ഒരു കലാപം ഉണ്ടാക്കാനാണ് സീമാ വിനീത് ശ്രമിച്ചത്. കമ്മ്യൂണിറ്റി, അതായത് നമ്മൾ ന്യൂനപക്ഷങ്ങളാണെന്ന് നമുക്ക് തന്നെ ഒരു ബോധ്യം വേണ്ടേ പബ്ലിക്കിലേക്ക്. ഇപ്പോൾ എനിക്കൊരു വിഷയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു വിഷയം വന്നപ്പോൾ ഞങ്ങളും കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലാണ് സംസാരിച്ചത്, ഒരിക്കലും പബ്ലിക്കിലേക്ക് കൊണ്ടുപോയി ഇട്ട് കൊടുക്കുകയല്ല ചെയ്തത്. ഇത് ഇവർക്ക് മാത്രം ബിഗ് ബോസിൽ കയറാൻ വേണ്ടി മറ്റുള്ള കമ്മ്യൂണിറ്റിയെ മൊത്തം ബലി കൊടുക്കണമെന്നൊരു തരത്തിലാണ് സീമാ വിനീത് നിലവിൽ കാണിച്ചതും കാണിച്ചുകൊണ്ടിരിക്കുന്നതും. പബ്ലിക്കിൽ നിന്ന് വളരെ മോശം പ്രതികരണങ്ങളാണ് കമ്മ്യൂണിറ്റിക്ക് വരുന്നത്. പല ആളുകളോടും, ബസ്സിൽ കയറുന്ന ആളുകളോട് നിങ്ങൾ ആണുങ്ങളല്ലേ, അതുപോലെ സൗത്ത് ഭാഗത്ത് റോട്ടിൽ നിന്ന ആളുകളോട് വണ്ടി ചെന്നിട്ട് ചേട്ടന്മാരെ വീട്ടിലെ പെണ്ണുപിള്ളയ്ക്കും മക്കൾക്കും ചിലവിന് കൊടുക്കാനാണ് റോട്ടിൽ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കുറേ വോയിസ് ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും കാരണക്കാരി സീമാ വിനീതാണ്. പിന്നെ എന്നെ, ഞാനൊരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സംസ്ഥാന സംഘടനാ ചുമതലയുള്ള ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംഘടനാ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ ഞാനൊരു ഓട്ടോറിക്ഷ ഓടിച്ച് എൻ്റെ ജീവിത കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എൻ്റെ തൊഴിലായിട്ട് ഞാൻ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെയൊക്കെ എനിക്കും ആളുകൾ ചോദ്യം ചെയ്യുന്ന തരത്തിലും, പിന്നെ എൻ്റെ വോയിസ് ഓൾറെഡി പുള്ളിക്കാരി എടുത്തിട്ടൊരു വീഡിയോ ചെയ്തേക്കുന്നതിനെതിരെ ഞാൻ നിയമപരമായിട്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള എന്ത് ശിക്ഷയും ഇവർക്ക് മേടിച്ചു കൊടുക്കാനും ഞാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. ഓഡിയോ ക്ലിപ്പ് നമ്മൾ കേട്ട് കഴിയുമ്പോഴേക്കും ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് കുറച്ച് ഗുണ്ടായിസം പരിപാടികൾ ഉള്ളതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് ആദ്യമേ കേൾക്കുന്ന ആരാണെങ്കിലും വിശ്വസിച്ചു അയ്യോ പാവം എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിക്കുക. അവരുടെ അടുത്ത് അത്രയും സഹതാപത്തോടു കൂടിയാണ് നമ്മൾ അത് നോക്കിക്കാണുന്നത്. കുറേ സപ്പോർട്ട് അതിനു വേണ്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തെറ്റിദ്ധാരണ ആളുകളിൽ പരത്തുന്നുണ്ടല്ലോ, ഒരു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകളൊക്കെ ഗുണ്ട ആൾക്കാരാണ് എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് എനിക്ക് പറയാനുള്ളത്? അത് നിലവിൽ ഗുണ്ട എന്ന് പറഞ്ഞ ഒരു വ്യക്തി സീമാ വിനീത് ഉദ്ദേശിച്ച് തന്നെ തന്നെയായിരിക്കും. ഞാൻ പോലീസ് സ്റ്റേഷന് ഫ്രണ്ടിലെ മരത്തേ കയറിയിട്ടുണ്ട്. പുള്ളിക്കാരി പറഞ്ഞ ആലപ്പുഴ മരത്തേ കയറിയെന്നൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞത്. എൻ്റെ പേരെടുത്ത് പറയാൻ ഇനിയിപ്പോൾ പുള്ളിക്കാരി ഞാൻ അതിനെതിരെ പ്രതികരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. അന്ന രാജു എന്ന് സിമ്പിളായിട്ടൊരു പേരാണ് പുള്ളിക്കാരി പറഞ്ഞിട്ടില്ല. ഞാൻ സീമാ വിനീതിൻ്റെ പേര് തന്നെ പറയുന്നു. മരത്തെ കയറിയ വ്യക്തിയാണ്, ഗുണ്ടകളാണ്, അവരെന്തും ചെയ്യാൻ മടിക്കില്ല എന്ന്. അപ്പോൾ ഞാൻ കാണിച്ച ഒരു ഗുണ്ടായിസത്തിൻ്റെ പേര് സീമാ വിനീത് പറയട്ടെ. ഒന്ന്, എന്നെ അടുത്തറിയാവുന്ന എല്ലാവർക്കും ഞാൻ എന്താണെന്ന് നന്നായിട്ട് അറിയാം. പിന്നെ കമ്മ്യൂണിറ്റിയിലെ ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ ഞാനൊരാണിൽ നിന്ന് പെണ്ണായി മാറിയ ഒരു വ്യക്തിയാണ്. ഞാൻ എപ്പോഴും പറയുന്നു. ഇനിയിപ്പോൾ ഇതിലും വലിയ എത്ര സൗന്ദര്യം വന്നാലും അത് തന്നെ പറയാൻ ഞാൻ ട്രാൻസ് വുമൺ എന്ന് തന്നെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു പരിധി കൂടെ ആദ്യ കാലങ്ങളിൽ, ഇപ്പോഴല്ല കേട്ടോ, ഞാനിപ്പോൾ പബ്ലിക്കിൽ പോയാലും എന്നോട് ആരും ഇനി ആളാണോ ട്രാൻസ് ഒന്നും ചോദിക്കാറില്ല. നമ്മൾ ആ ഒരു ഐഡൻറ്റിറ്റിയുടെ സമയത്ത് നമുക്ക് ആദ്യം ചിലപ്പോൾ ലേസർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ മുഖത്ത് ചിലപ്പോൾ രോമത്തിൻ്റെ കുത്ത് കാര്യങ്ങളൊക്കെ, അപ്പോൾ ആളുകൾ ഒരു പരിധി കൂടുതൽ നമ്മളെ നോക്കുകയും അല്ലെങ്കിൽ നമ്മളെ കളിയാക്കുന്ന തരത്തിലൊക്കെ കണ്ടാൽ തീർച്ചയായിട്ടും പ്രതികരിക്കും. അതിപ്പോൾ എത്ര ഇതായിട്ട് ഇപ്പോൾ വെള്ളയിട്ട് വരുന്നൊരു വ്യക്തി 2 തവണ ഒരു വ്യക്തി തുറച്ച് നോക്കിയാൽ ആ വ്യക്തിക്ക് സ്വയം തോന്നും എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന്. ഓൾറെഡി നമ്മൾ ഈ ഒരു ലൈഫിലേക്ക് വരുമ്പോൾ ഒരുപാട്
സമൂഹത്തിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പബ്ലിക്കിനോട് പ്രതികരിച്ചു എന്നിരിക്കും, പ്രതിഷേധിച്ചു എന്നിരിക്കും. പിന്നെ കമ്മ്യൂണിറ്റിക്ക് ഇപ്പോൾ സീമാ വിനീതിൻ്റെ കാര്യത്തിൽ ഞാൻ പറയും, ഇപ്പോൾ എനിക്ക് നാളെ ഒരു വിഷയം ഉണ്ടെങ്കിലും എൻ്റെ കമ്മ്യൂണിറ്റി എല്ലാം ഒന്നിച്ചു കൂടും, അതിനെതിരെ പ്രതികരിക്കും അന്ന് പറഞ്ഞ ആരും ഗുണ്ടകളാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ മരട് അനീഷേട്ടനൊക്കെ എന്ത് പറയും? അവരോടെ പോയി നിന്ന് ഫോട്ടോ എടുക്കുക, അവരോടെ സെൽഫി എടുക്കുകയും അവരായിട്ട് വീഡിയോ കോൾ ചെയ്യും, ചാറ്റ് ചെയ്യുന്ന എത്രയോ കമ്മ്യൂണിറ്റികളുണ്ട്. അല്ലെങ്കിൽ സീമാ വിനീത് എത്ര ആളുകളോട് സംസാരിക്കുന്നു, എത്ര കല്യാണ വീടുകളിൽ പോകുന്നു, അവിടെ ഒന്നും ഗുണ്ടകളില്ലേ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഇടയ്ക്കുള്ള കമ്മ്യൂണിറ്റിക്ക് ഇടയ്ക്കുള്ള ഗുണ്ട സീമാ വിനീത് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ആളുകളെ ഒന്നിച്ച് കല്ലെറിയാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുമോ? ആരെത്ര വലുതായെന്ന് പറഞ്ഞാലും ഞാൻ ഒരു പെണ്ണായിട്ട് ജനിച്ചാൽ ഞാൻ സ്ത്രീയാണ് എങ്കിൽ എനിക്ക് ചിലപ്പോൾ ട്രാൻസിനെ കുറിച്ച് വേണമെങ്കിൽ മോശമായിട്ട് പറയാം. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്ക് പറയാം, അടുത്തറിയാവുന്നവർ പറയാം. പക്ഷേ സീമാ വിനീത് കമ്മ്യൂണിറ്റിക്ക് ഉള്ളിൽ തന്നെ നിന്ന് കമ്മ്യൂണിറ്റിയെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന തരത്തിലും നമ്മുടെ ഐഡൻറ്റിറ്റി മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കും വിട്ടത് അത് സീമ തന്നെയാണ് യഥാർത്ഥ ഗുണ്ട. അതായത് സോഷ്യൽ മീഡിയയിലൂടെ സീമ ഡയറക്റ്റ് അല്ല, മറ്റുള്ള ആളുകളെ കൊണ്ട് കല്ലെറിയിക്കുക, കൊട്ടേഷൻ കൊടുക്കുക എന്നൊരു തരത്തിൽ സീമാ വിനീത് തന്നെയാണ് ഞങ്ങൾക്കിടയിലുള്ള ഗുണ്ട. സീമയുടെ ആ വീഡിയോന്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ്, ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ കമന്റ്സ് ഞാൻ കണ്ടു. പക്ഷെ അതിൻ്റെ ഇടയിൽ വന്ന് കമന്റ് ചെയ്തതാണ് സീമയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്, അധ്വാനിച്ച് ജീവിക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ സെക്സ് വർക്ക് ചെയ്ത് ജീവിക്കുന്നവരാണ് എന്നുള്ളൊരു തോന്നൽ ആളുകൾക്ക് ഉണ്ട് എന്ന് തോന്നുന്നു. എനിക്കറിയില്ല ആളുകൾക്ക് എന്താണ് അങ്ങനെ ഒരു തോന്നൽ വരുന്നത്. അങ്ങനെ ഒരു കാര്യം അത് വീണ്ടും പബ്ലിക്കിലേക്ക് നിലവിൽ ഇപ്പോഴും കേരളം ആദ്യം ട്രാൻസ്ജെൻഡർ നയം രൂപീകരിച്ചത് കേരളത്തിലാണെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോഴും കയറി കിടക്കാൻ ഉള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നു, ഒരു വീടിന് വേണ്ടി ബുദ്ധിമുട്ടുന്നു, ഒരു വാടക വീടിന് വേണ്ടി ബുദ്ധിമുട്ടുന്നു, ഒരു തൊഴിലിന് വേണ്ടി ബുദ്ധിമുട്ടുന്നു. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സർക്കാർ സംവരണം ഏർപ്പെടുത്തി, അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഓൾറെഡി നിയമനം കൊടുക്കണമെന്നൊക്കെ ഓൾറെഡി നിലവിൽ കോടതി ഉത്തരവുകളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ പോലും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. സർക്കാർ അംഗീകരിക്കുന്നുണ്ട്, പോലീസ് അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ആലുവ പോലീസ് സ്റ്റേഷന് വേണ്ടി മരത്തിൽ കയറിയതും സീമാ വിനീതിനെ പോലെ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി അല്ല ഒരിക്കലും. എന്നുവെച്ചാൽ ഞാനും എന്നെ പോലുള്ള കമ്മ്യൂണിറ്റി ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന മോശം പ്രവൃത്തികൾ അവിടെ ചെല്ലുമ്പോൾ ഞാനൊരു ചുരിദാറിട്ട് ചെല്ലുമ്പോൾ എന്നെ എടാ പോടാന്ന് വിളിക്കുന്നു, നിങ്ങൾ മറ്റവരല്ലേ എന്ന് ചോദിക്കുന്നു. അന്നേരം ഉണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ടിൻ്റെ പേരിലാണ്, ഒരു ഗുണ്ടയായിട്ടും അല്ല. ഞാൻ ആ സമയത്ത് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് നമുക്ക് കുറച്ച് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഒറ്റപ്പെടൽ, അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നമ്മളൊരു നിയമസഹായത്തിന് വേണ്ടി ചെല്ലുമ്പോൾ 2 പോലീസുകാർ നിങ്ങൾ മറ്റവരല്ലേ, നിങ്ങൾ മറ്റവന്മാരോ, നമ്മളെ ആക്രമിച്ചു എന്നുള്ള തെളിവടക്കം കൊണ്ടുപോയി ചെല്ലുമ്പോഴും അത്തരത്തിൽ സംസാരിച്ചപ്പോൾ മൊത്തം ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ കമ്മ്യൂണിറ്റിക്ക് ഞാൻ മരിച്ചു പോയാലും അവർക്ക് ഒരു നല്ലതുണ്ടാകട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ പേരിലെങ്കിലും ഒരു പോലീസിൻ്റെ ഭാഗത്ത് നല്ലൊരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ മരത്തിൽ കയറി കൈവിട്ട് താഴെ പോകുന്നത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് മാത്രമേ പോവുള്ളൂ, അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ എൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ അന്നും ആ മരത്തെ കയറിയതും. അതിനുശേഷമാണ് ഇവിടെ DGP ഒരു ഉത്തരവിട്ട് ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി വന്ന 10 മിനിറ്റുകളിൽ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യിക്കാൻ പാടില്ല എന്നൊക്കെ. സീമാ വിനീത് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. ഇപ്പോൾ രാവിലെ എനിക്ക് വീട്ടിൽ പോത്തുണ്ട്, കോഴിയുണ്ട്, 3 പപ്പീസുണ്ട്, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, വീട് അടിച്ചു പറയണം. ഇതെല്ലാം ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്താലും രാവിലെ വണ്ടിയായിട്ട് പോകുന്നു, പിന്നെ പോത്തിനെ കാഴ്ച കെട്ടുന്നു, പോത്തിന് വെള്ളം, ഇതൊക്കെ വീഡിയോ എടുത്ത് പബ്ലിക്കിൻ്റെ സപ്പോർട്ട് മേടിക്കാൻ അതിന് മാത്രമേ സമയമുള്ളൂ. സീമയ്ക്ക് പിന്നെ ഒരു വർക്കിന് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത പൈസ കിട്ടും, പിന്നെ വീട്ടിലിരുന്ന് വീഡിയോ ചെയ്താൽ മതി. എനിക്ക് എല്ലാ ദിവസവും പോയാൽ മാത്രമാണ് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സീമാ വിനീത് ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് സപ്പോർട്ട് വേണം. അതുപോലെ ഇപ്പോൾ കമൻറ്റ് ബോക്സ് എന്തുകൊണ്ട് ഓഫ് ചെയ്തിട്ടേക്കുന്നത്? ഇപ്പോൾ അവരുടെ പഴയ ചരിത്രങ്ങളടക്കം പലരും വന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, അവർ പണ്ട് മാനാഞ്ചിറയിൽ അങ്ങനെ നടന്നതാണ്, ഇങ്ങനെ നടന്നതാണ്, ഇങ്ങനെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആദ്യ കാലങ്ങളിലേക്ക് ഇപ്പോൾ അവരൊക്കെ എന്നെക്കാളും ചിലപ്പോൾ പ്രായം ഉണ്ടാവും. ആദ്യം ഞാൻ വന്നിട്ട് 8 വർഷമായുള്ളൂ, അവർ 15 വർഷമായി ഈ ലൈഫിലേക്ക് വന്നു. അപ്പോൾ എന്നെക്കാളും കൂടുതൽ ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന് മുന്നേ എന്നെക്കാളും വലിയ ഗുണ്ടേ അവർ തന്നെയാണ്. ഇപ്പോൾ അവർക്ക് നിലവിൽ ഈ ഒരു സമയത്ത് കുറച്ച് പേര് ഫേമിലായിട്ട് നിൽക്കുന്ന ആളുകളെ അടിച്ചമർത്തുക, അല്ലെങ്കിൽ അമ്മയെ പ്രസാദ് ബിഗ് ബോസിൽ പോകാതിരിക്കാൻ വേണ്ടി അതിനൊരു തടയിടണം എന്നുള്ള ലക്ഷ്യത്തോട് ചെയ്താണ്. കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച വന്നപ്പോൾ അവർ വരെയും ഉണ്ടായിരുന്നൊരു ഗ്രൂപ്പിൽ ചർച്ച വന്നപ്പോൾ അവർക്കെതിരെയാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു സംഘം കമ്മ്യൂണിറ്റിനെ ആക്രമിക്കാൻ വരുന്നു എന്നും പറഞ്ഞ ഒരു ഗ്ലിസറിൻ നാടകം, അതൊക്കെ എനിക്ക് പുച്ഛം മാത്രം. സീമാ വിനീതിന്റെ പഴയ ചരിത്രം എന്താണ്? സീമാ വിനീത് അത് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച വന്നപ്പോൾ ഞാൻ കേട്ടതാണ്. പണ്ട് കോഴിക്കോട് മാനാഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന ആളുകളുടെ അടുത്ത് നിന്ന് പേഴ്സ് അടിച്ച് മാറ്റിയും അങ്ങനെയൊക്കെ നടന്നു ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. എന്തുകൊണ്ട് ആ വിഷയങ്ങളൊന്നും ഇവർ സോഷ്യൽ മീഡിയ കൊണ്ടേ പോസ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? ഇതിവിടെ പല കമ്മ്യൂണിറ്റിയും തുറന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ കാലത്ത് ഞാൻ ഇവരുടെ കൂടെ ഇല്ല, എനിക്കറിയാവുന്ന വ്യക്തികൾ എന്നോട് പറഞ്ഞാണ്. ഇവർ ഇത്തരത്തിലുള്ള രീതിയിലൊക്കെ ജീവിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ അവർ ചെയ്യുന്ന തൊഴിലിനോട് ഞാൻ ബഹുമാനിക്കുന്നു, അവരുടെ രീതി. പിന്നെ അവർ സ്വന്തമായിട്ട് വീട് വെച്ചു എന്ന് പറയുന്നു. അത് തൃശ്ശൂരുള്ള ഏതോ ഒരു ഡോക്ടറായിട്ട് പ്രേമമായിട്ട് എന്തോ ഇരുന്നതിന് ശേഷം
അയാളെ ഭീഷണിപ്പെടുത്തിയും അങ്ങനെയുള്ളവരല്ല ശരിക്കും പറഞ്ഞാൽ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി ഒരാളുടെ സ്വത്ത് മേടിക്കുക, അവരെ പിടിച്ച് പറിച്ച് പൈസ മേടിക്കുക, അവരുടെ സ്ഥലം വിറ്റ് പൈസ മേടിക്കുക, അല്ലാതെ അവരുടെ പൈസ മേടിച്ച് സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച് വീട് വെച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു സ്ഥലം മേടിച്ച് എൻ്റെ പേരിലാണ് ഒക്കെ വീടും ഇതെല്ലാം. അത് ഞാനൊരാളെ ഭീഷണിപ്പെടുത്തി മേടിക്കുമ്പോഴാകുമ്പോൾ ഞാൻ നല്ല രീതിയിൽ സമ്പാദിച്ചുണ്ടാക്കിയതാണോ? അല്ലല്ലോ. ആ വ്യക്തിക്ക് എങ്ങനെ ഇവിടെയുള്ള കമ്മ്യൂണിറ്റികൾ ഗുണ്ടകളാണ്, ആക്രമണകാരികളാണ്, പിടിച്ചുപറിക്കാരാണെന്ന് പറയാൻ അവർക്ക് എന്ത് യോഗ്യതയുണ്ട്? ഇവരെന്തായിരുന്നു എന്താ ഇവർ ചിന്തിക്കാത്തത്? ഇവർ ജനിച്ചപ്പോൾ ഒരു സ്ത്രീയൊന്നുമല്ലല്ലോ. ഞങ്ങളിപ്പോൾ ഒരു പേരിട്ടുണ്ട്, ഞങ്ങളെ കമ്മ്യൂണിറ്റിക്കിടയിലെ പൂർണ്ണ സ്ത്രീ, എല്ലാം തികഞ്ഞ സ്ത്രീ. പക്ഷെ ഇവർക്കൊരു പുറകോട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവരെന്തുകൊണ്ട് ഈ വിസിബിലിറ്റി വരുന്നതിന് മുന്നേ ഉള്ള കാലത്ത് കല്യാണം കഴിച്ച ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പണ്ട് മാനാഞ്ചിറയിൽ പേഴ്സ് അടിച്ചു മാറ്റി ജീവിച്ചൊരു വ്യക്തി ആയിരുന്നു സീമാവിനീത് എന്തുകൊണ്ടും പറയുന്നില്ല? സ്വന്തം കൈ പോയിട്ട് വിരലില്ലാത്ത ആളുകളെ കുറ്റം പറയുന്നത് വളരെയധികം മോശമല്ലേ? പിന്നെ സീമാവിനീത് നല്ലതൊന്നും സ്വന്തം കുടുംബത്തിൽ നിന്ന് പഠിച്ചിട്ടില്ല. ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ചെറുപ്പകാലം മുതൽ നമ്മുടെ കൂടെ ഉള്ളവരെ കാണാതെ, ഇപ്പം അത് ഒരു രാഷ്ട്രീയത്തിലായാലും എവിടെയാണെങ്കിൽ പോലും നമ്മൾ ഒരു രാഷ്ട്രീയ നേതാവാകണമെങ്കിൽ നമ്മുടെ പിന്നിൽ നമുക്ക് കുറേ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾ വേണ്ടേ? ഇത് ബിഗ് ബോസ് എന്നൊരു ലക്ഷ്യത്തോടു കൂടി ബാക്കിയുള്ള എല്ലാവരെയും കൊന്നൊടുക്കിയിട്ടായാലും എനിക്ക് ബിഗ് ബോസിൽ പോകണം, ആ ഒരു ലക്ഷ്യം മാത്രമാണ് സീമാവിനീതിൻ്റെ ഇപ്പോൾ ഈ കിടന്ന് കളിക്കുന്ന നാടകത്തിനുള്ളൂ. ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾക്ക് കേൾക്കേണ്ടി വരുന്ന കുറച്ച് പേരുകളുണ്ട്. 9 ഹിജഡ എന്നുള്ള രീതിയിൽ ഒരുപാട് പേരുകൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ അതിനെന്തെങ്കിലും കുറവ് ഈ ഒരു കാലഘട്ടങ്ങളിൽ വന്നിട്ടുണ്ടോ? ഈ ഒരു കാലഘട്ടങ്ങളിൽ ഈ 9 ഹിജഡ എന്നുള്ള പേരുകളൊന്നും ആരും വിളിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പം എന്നെ ആയാലും ഒരു ഇപ്പം സ്ത്രീകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഇടത്തൊക്കെ ആയാലും അവരെ പോലെ ഒരാൾ എന്ന രീതിയിൽ ചേർത്ത് നിർത്താൻ കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകളും അല്ലെങ്കിൽ ആളുകൾ ആ ഒരു തരത്തിലേക്ക് വന്നുകൊണ്ടിരുന്നൊരു കാലമാണ് ഇപ്പം. ഈ ഒരു പേര് ഈ പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഉള്ളിൽ നിൽക്കുന്ന ഒരു പൂർണ്ണ സ്ത്രീ തന്നെ ആളുകൾക്കിടയിലേക്കൊരു ഗുണ്ടകളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇട്ട് കൊടുത്തേ പിന്നെ പബ്ലിക്കിൽ ഇറങ്ങി ജീവിക്കുന്ന ആളുകൾക്കും പുറത്തു പോകുന്ന ആളുകൾക്കും പലരിൽ നിന്നും 9 എന്നും ഹിജറ എന്നും ഷിഗു എന്നുള്ള വിളികളൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ട്. ഒരിക്കലും ഞങ്ങളൊന്നും അങ്ങനത്തെ ഒരു പേര് കേൾക്കാൻ ആഗ്രഹിച്ച് ജീവിക്കുന്ന ആളുകളല്ല. ഇപ്പം ഞാൻ എൻ്റെ മനസ്സിനൊപ്പം എൻ്റെ ശരീരമാക്കി അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഭംഗി അതിൽ ഞാൻ തൃപ്തയാണ്, അതിൽ ഞാൻ സന്തോഷമാണ്. അപ്പം മറ്റുള്ളവരോട് കൂടി എന്നെ അല്ലെങ്കിൽ അന്നെ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം ആ ഒരു പേരുകൾ വിളിച്ച് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അത് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ശരിക്കും സങ്കടമൊക്കെ വരും. പക്ഷേ പബ്ലിക്കിൽ വന്ന് നമ്മുടെ സങ്കടങ്ങളൊന്നും അങ്ങനെ വന്ന് അയ്യോ എനിക്ക് ഇന്ന് തലവേദന എടുത്തുകൊണ്ട് ഞാൻ കരഞ്ഞു എന്നും പറഞ്ഞ് ഞാനൊരു സോഷ്യൽ മീഡിയയിലും കൊണ്ടുപോയി വിടാൻ. ഇപ്പം നമ്മുടെ വീട്ടിലായാലും നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തീരണതാണ്. പക്ഷേ സീമാവിനീത് എന്ന് പറയുന്ന വ്യക്തി എല്ലായിടത്തും അവർക്കൊരു സങ്കടം വന്നാൽ എപ്പോഴും കൊണ്ടുപോയി അവർ പബ്ലിക്കിലിട്ട് കരഞ്ഞ് കുറച്ച് ഗ്ലിസറിൻ തേച്ച് കരഞ്ഞ് അത്തരത്തിലേക്കൊന്നും എന്നെ കേട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് കരയുള്ളൂ. പക്ഷേ ഇവർ കാരണം ഇങ്ങനത്തെ ചില പേരുകൾ വളരെയധികം ബുദ്ധിമുട്ട്. ഇപ്പം എനിക്ക് നിലവിൽ ഈ ഒരു രൂപത്തിൽ പോകുമ്പോൾ ആളുകൾക്ക് വേറെ ഒന്നും തോന്നിയില്ലെങ്കിലും എന്നെക്കാളും താഴെ നിൽക്കുന്ന ഒരുപാട് കമ്മ്യൂണിറ്റികൾക്ക് അത് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അത് പിന്നെ എന്നെക്കാളും മുതിർന്നവർക്ക് ആദ്യ കാലങ്ങളിൽ അവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയങ്ങളൊക്കെ വന്നപ്പോൾ അവർക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് ഇപ്പോൾ എൻ്റെ രഞ്ജുമ്മ ഞാൻ പറഞ്ഞില്ലേ RLV കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ ആളൊരു ട്രാൻസ്വുമണാണ്, ആൾ കഥകളി പഠിക്കാൻ പോയി. അപ്പോൾ ആ സമയത്ത് അവിടെ വന്ന ഒരു ആളുടെ അച്ഛൻ, അവിടെ കോളേജിൽ പഠിക്കുന്ന ഒരാളുടെ അച്ഛൻ വന്നിട്ട് ഓടി വന്നിട്ട് മോളെ ഞാനൊക്കെ നിൻ്റെ ചേട്ടത്തിയമ്മയായിട്ട് വരും. അതായത് ഒരു അച്ഛൻ വന്നിട്ട് പറയുവാണ്. ആൾ ഓൾറെഡി ഞങ്ങളെപ്പോലെ തന്നെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഈ ഒരു ലൈഫ് വരണം. പക്ഷെ അവരുടെ കാലഘട്ടത്തിൽ അവർക്കത് പറ്റിയില്ല. അപ്പോൾ അമ്മ എന്നോട് കോളേജിൽ ചെല്ലുമ്പോഴേ ഇന്ന ആളുടെ അച്ഛൻ, അപ്പം ഞാൻ ആരാന്നും പറയുന്നില്ല, ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവാണ്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിയാണ്, അല്ലെങ്കിൽ നിൻ്റെ ചേട്ടത്തിയാണെന്ന് പറഞ്ഞപ്പോൾ അപ്പം അവർ നമ്മളെ കാണുമ്പോൾ ആ ഒരു സന്തോഷം അനുഭവിക്കുന്നുണ്ട്. ഇപ്പം ആളുകൾക്ക് പബ്ലിക്കിലേക്ക് ഞാൻ ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് പറഞ്ഞു വരാൻ ഭയങ്കര അധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ സീമാവിനീതിന് ഇത്രയധികം ഒരു സപ്പോർട്ട് വരാൻ എന്താണ് കാരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സപ്പോർട്ട് വരാൻ കാരണമെന്ന് വെച്ചാൽ ഇപ്പം ഞാനും ഓൾറെഡി എന്നെ അത്യാവശ്യം കുറച്ച് പേരെ അറിയും. എൻ്റെ ഒരു ചെറിയൊരു വിഷയം വന്നു, ഇപ്പോൾ എനിക്കൊരു പാർട്ട്ണറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഈ സിസ്റ്റത്തിൽ മക്കളുണ്ട്, എൻ്റെ കൂടെപ്പിറപ്പുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ അപ്പം തന്നെ ഞാൻ കരഞ്ഞുകൊണ്ട് എൻ്റെ കുടുംബം ഒറ്റപ്പെടുത്തി, എൻ്റെ കമ്മ്യൂണിറ്റി ഒറ്റപ്പെടുത്തി, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ എൻ്റെ ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വന്ന് ഞാൻ സോഷ്യൽ മീഡിയയിലിട്ട കുറേ പേരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ പാർട്ട്ണർ ഓൾറെഡി ഒരു നോർമൽ ആളാണ്, ട്രാൻസ്മെൻ ഒന്നും അല്ല. അപ്പോൾ ആൾക്കെതിരെ വന്ന് കുറേ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉറപ്പായിട്ടും വന്നിട്ട് പറയും മറ്റു വ്യക്തിക്കെതിരെ അങ്ങനെയാണ്, അയാൾക്കെതിരെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അന്നെ നല്ല ആളാണെന്നൊക്കെ പറയും. അതായത് നമ്മൾ കുറേ കരഞ്ഞു കൂവി വിളിച്ചാൽ, അല്ലാതെ ഞാൻ ആഗ്രഹിക്കുന്ന എപ്പോഴും എല്ലാവരോടും കൂടെ ചേർന്ന് നിന്ന് എല്ലാവർക്കും കിട്ടുന്ന സപ്പോർട്ട്, അല്ലെങ്കിൽ എനിക്ക് മാത്രം പ്രത്യേകിച്ചൊരു സപ്പോർട്ട് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല.
സീമ വിനീത് അങ്ങനെ മാത്രമാണ് ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് ഇപ്പം ആളിനിപ്പോൾ നാളെ ബാത്റൂം പോകുമ്പോൾ വയറുവേദനയാണെങ്കിൽ അതും വേണമെങ്കിൽ സോഷ്യൽ മീഡിയ ഇടും, അതും ആളുകൾ കാണേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളോടൊന്നും എനിക്ക് യോജിപ്പില്ല. നമ്മളെപ്പോഴും ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ എന്നുള്ള നിലയ്ക്ക് പബ്ലിക്കിൽ നിന്നും സർക്കാരിൽ നിന്ന് എല്ലാ ഭാഗത്തും നമുക്ക് സപ്പോർട്ട് വേണം. നമ്മൾ കുറച്ച് വളരുമ്പോൾ നമ്മുടെ പിന്നിലുള്ളവരെ ചവിട്ടി താഴ്ത്തണം എന്നുള്ളൊരു നിലപാടൊന്നും എനിക്കില്ല. കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകളെല്ലാം സെക്സ് വർക്കേഴ്സ് അല്ല എന്നുള്ളത് എങ്ങനെ ഈ സൊസൈറ്റിനോട് തെളിയിച്ചു കൊടുക്കാൻ പറ്റും? തെളിയിച്ചു കൊടുക്കുന്ന എത്ര ആളുകൾ ഇപ്പം ഞാൻ പറയട്ടെ, വളരെ ചുരുക്കം ആളുകൾ. പണ്ട് കാലത്ത് നമ്മുടെ ഇവിടെ എറണാകുളത്ത് അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഒരുപാട് ആളുകൾ റോഡിൽ സെക്സ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറി സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇപ്പം ഞാൻ ഓട്ടോയിൽ ഓടിക്കുന്നുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഒരുപാടുണ്ട്, അല്ലാതെ അവരവർക്ക് പറ്റുന്ന തൊഴിൽ ചെയ്ത് ജീവിക്കുന്നുണ്ട്, ഹോട്ടലിലെ ജോലിക്ക് പോയി ജീവിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പൊതുസമൂഹം പണ്ട് കൊടുത്തേക്കുന്ന ഒരു പേരാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി സെക്സ് വർക്കേഴ്സ്. എത്രയോ സ്ത്രീകൾ സൗത്തിൽ നോക്കിയാൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയുള്ള സ്ത്രീകളെ മൊത്തം ആരും സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്നുണ്ടോ? ഉണ്ടോ? എനിക്കറിയാൻ പാടില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ സാഹചര്യം കൊണ്ട് വീട്ടുകാരില്ല, കുടുംബമില്ല, സർക്കാരില്ല, സ്വന്തമായിട്ടൊരു ജോലിയില്ല, ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ജോലിയിലേക്ക് പോയ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അതിൽ നിന്ന് തിരിച്ചറിവ് കിട്ടി ഒരുപാട് ആളുകൾ ഇപ്പം ഒരു 3/4 ആളുകളും സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിൽ കണ്ടുപിടിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഇപ്പോൾ സെക്സ് വർക്ക് എന്നൊരു കാര്യത്തിലേക്ക് നിൽക്കുന്നുള്ളൂ. അപ്പം അവരെയും ഇപ്പം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഞാനൊരു CBOയുടെ പ്രതിനിധിയാണ്. അപ്പം നമ്മൾ പറയുന്നത് പുതിയ ഒരു പിള്ളേർ വന്നിട്ട് റോഡിൽ സെക്സ് വർക്കിന് നിൽക്കാൻ അനുവദിക്കില്ല. ഇപ്പോൾ ഒരാൾക്ക് ഏത് വസ്ത്രം ധരിക്കാം, ഏതിൽ വേണം സഞ്ചരിക്കാം, അതൊക്കെ നമ്മുടെ ഇന്ത്യയിലുള്ള നിയമങ്ങളാണ്, അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. സെക്സ് വർക്ക് എന്നും പറഞ്ഞ് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർ പഠിക്കാൻ പോകണോ? അതിനുള്ള സാഹചര്യം നമ്മൾ ചെയ്തു കൊടുക്കും. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങളായിരിക്കും, ഹോസ്റ്റൽ ഫീസ് കൊടുക്കുന്നുണ്ട്, നമുക്ക് ഷെൽട്ടർ ഹോം ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും എവിടെയെങ്കിലും ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി മര്യാദയ്ക്ക് 1-2 തവണയൊക്കെ ഞങ്ങൾ എന്ന് പറയും. അപ്പോൾ പിന്നീട് അവരങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ പോലീസിനെ വിളിച്ച് അവരെ ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ വീട്ടുകാരായിട്ട്, ഇപ്പോൾ ഞാൻ ഒരു ട്രാൻസാന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം എന്നുള്ള നിയമമൊന്നുമില്ല, അവരെ സംരക്ഷിക്കണം എന്നുള്ള നിയമമാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾ അവരെ അറിയിച്ച് പുതിയ ഒരാളും ഈ ഒരു ഫീൽഡിലേക്ക് വരരുത് എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഈ ഒരു പേരിൽ നിന്ന് മാറ്റിയെടുക്കണം എന്ന് തന്നെ വിശ്വസിച്ച് ഒരു എന്താ പറയുക, കമ്മ്യൂണിറ്റിയിൽ ഒരു 95% ആളുകൾ പ്രവർത്തിക്കുമ്പോഴാണ് സ്വന്തം ആവശ്യം അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയാം, ഞാൻ പറയണ ആ ഒരു റിയാലിറ്റി ഷോ നിർത്തണം എന്ന് തന്നെയാണ് പറയണേ. കമ്മ്യൂണിറ്റിക്ക് ഇടയ്ക്കുണ്ടാകുന്ന ഈ ഒരു അടി എന്ന് വെച്ചാൽ പബ്ലിക്കിൽ നിന്ന് ഒരുപാട് പേരെ എടുക്കുമ്പോൾ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന 1 അല്ലെങ്കിൽ 2 പേരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി മത്സരം നടത്തി അവരെ കൊന്നിട്ടായാലും എനിക്ക് ഈ ഒരു ഷോയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് സീമ. ഞാൻ എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചാലും പോകാൻ ആഗ്രഹിക്കാത്ത വ്യക്തി ആ ഒരു ഷോയിൽ. ബിഗ് ബോസ് ഷോയിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാളെ എടുക്കുന്നത് അതൊരു സപ്പോർട്ടായിട്ട് ചിന്തിച്ചൂടെ? അല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലല്ലേ അത് കാണേണ്ടത്? തീർച്ചയായിട്ടും. അതിലിപ്പം ഞാൻ പറയാം, ജാൻമണി പോയത് ജാൻമണിക്ക് ഭാഷ അറിയില്ലാത്തതുകൊണ്ട് എനിക്ക് ഫുൾ വിയോജിപ്പായിരുന്നു. അന്നും ഇതുപോലെ ഫ്രണ്ട്ലി സോണിലും ഞങ്ങളുടേതായ ഇപ്പോൾ എറണാകുളം ജില്ലയെ കേന്ദ്രീകരിച്ച് എൻ്റെ നാടെന്ന് പറഞ്ഞ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതിലൊക്കെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് വിമർശനങ്ങളും ഇവരുടെ ഒരേ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയുവാണ്, ഇപ്പോൾ നാദിറ പോയപ്പോൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ സംസാരിച്ചു, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഇങ്ങനെയാണ് ഇന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ കുറേ കാര്യങ്ങൾ നാദിറയ്ക്ക് സാധിച്ചു. അതായത് നാദിറയിൽ നിന്ന് നാദിറയുടെ വിദ്യാഭ്യാസം കൊണ്ടും ലോകപരിചയം കൊണ്ടും കുറേ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ വിചാരിക്കുന്ന തരത്തിലല്ലാന്ന് പബ്ലിക്കിനൊരു അറിവ് കൊടുക്കാൻ സാധിച്ചു. അതുപോലെ കഴിവുള്ളവരും അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം വരുന്ന ഒരാളാവരുത് ബിഗ് ബോസിൽ പോകുന്നത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കമ്മ്യൂണിറ്റിക്ക് ഇടയ്ക്കുള്ള ഈ ഒരു കൂട്ടത്തല്ലും, ഇപ്പോൾ ഞാനടക്കമുള്ള ആളുകളെ ഗുണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സൗണ്ടൊക്കെ എടുത്തിട്ട് അവർ കരഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ ഏതൊരാളും വിശ്വസിക്കും അവരങ്ങനെയാണോ? ഇപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവരും ഒന്നും അർത്ഥം ചിന്തിക്കും. അപ്പം നമ്മളായാലും സാധാരണ ഒരു മനുഷ്യനെയാണെങ്കിൽ പോലും അവൻ ഇന്ന ഒരു പ്രശ്നക്കാരനാണ്, ചിലപ്പോൾ അവരെന്താണെന്ന് നമ്മൾ ചിലപ്പോൾ അന്വേഷിക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ കൂടുതലും ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആണോ എന്നാൽ ഇവർക്കെതിരെ ബാഡ് കമൻറ്റ് ഇട്ടേക്കാം, കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ സീമ വിനീത് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടേക്കും. അതെന്ന് വെച്ചാൽ സീമ വിനീതിൻ്റെ പണ്ടത്തെ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വന്നപ്പോൾ ബാഡ് കമൻറ്റ് ഒരുപാട് വരാൻ തുടങ്ങി. ഇപ്പോൾ സീമ വിനീതിനെ ഫേവർ ചെയ്യുന്ന ആളുകളെ മാത്രം കമൻറ്റ് ഇടാൻ അനുവദിച്ചുകൊണ്ട് ഇരിക്കുവാണ്. എൻ്റെ ഓൾറെഡി വീഡിയോ വന്ന സമയങ്ങളിൽ ഞാൻ വണ്ടി ഓടിയപ്പോൾ 1 വർഷമാവാൻ പോവാം. അന്ന് മുതൽ എൻ്റെ 4 മില്യനായ വീഡിയോസൊക്കെ ഉണ്ട്. എനിക്ക് ഈ പറയുന്ന ഇതുപോലെയുള്ള മോശം കമൻറ്റുകളോ ഒന്നും വന്നിട്ടില്ല. എനിക്ക് എന്നും ആളുകൾ സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കുന്നത് ഇപ്പോഴും അങ്ങനെയാണ്. പക്ഷേ ഈ സീമ ഇത് കാരണം ഇപ്പോഴുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതല്ലാതെ ബാക്കിയെല്ലാം ഏതൊരാളും ജോലി ചെയ്ത് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യും. പിന്നെ സെക്സ് വർക്ക് ചെയ്യുന്നത് ജോലി തന്നെയാണ്, പക്ഷെ അത് നല്ല ജോലിയല്ല, ഞാൻ അതിനെ അനുകൂലിക്കുന്നുമില്ല. സാഹചര്യം കൊണ്ട് ഒരാൾ വന്ന് നിന്നു അല്ലെങ്കിൽ
ആ ഒരു ഇതിലേക്ക് പോയിട്ട് അത് തിരുത്താനുള്ള സമയത്ത് അവർ തിരുത്താൻ തയ്യാറാകുമ്പോൾ വീണ്ടും അവരെ ചെളിക്കുഴിയിലേക്ക് തള്ളിവിടാൻ തയ്യാറാകരുതെന്ന് പറയും. താങ്ക് യു സോ മച്ച് അന്ന.